15 lakh സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഏരിയ വരുന്നതിന് നമ്മുടെ ഈ ഒരു അതായത് പെനിൻസുലർ പ്ലാറ്റ്യൂ വരുന്നത് പറഞ്ഞു. അൻഡുലേറ്റിംഗ് ആണ്, നിമ്നോതമായിട്ടുള്ള തന്നെയാണ്. 15 lakh സ്ക്വയർ കിലോമീറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഏരിയയും എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഒരു അൻഡുലേറ്റിംഗ് ആണ്, നിമ്നോതമാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു റീജിയനിൽ മൗണ്ടെയിൻസ് ഉണ്ട്, പറഞ്ഞ പോലെ പ്ലാറ്റ്യൂസ് ഉണ്ട്, വാലീസ് ഉണ്ട്, പ്ലെയിൻസ് ഉണ്ട്, എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു റീജിയൻ കാണുന്നത് തന്നെ. ഇവിടെയുള്ള ഹയസ്റ്റ് പീക്ക്, ഏറ്റവും ഉയർന്ന സ്ഥലം അല്ലെങ്കിൽ ഹയസ്റ്റ് പീക്ക് കൊടുമുടി എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ കേരളത്തിലുള്ള ആനമുടിയാണ് എന്ത് ചെയ്യുന്നത്. ഇടുക്കിയിലെ ആനമുടിയാണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള പ്ലേസ് എന്ന് പറയുന്നത്, ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത്. 2695 കിലോമീറ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് അതിന് ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഇടുക്കിയിലെ ആനമുടിയാണ് എന്ത് ചെയ്യുന്നത് ഇവിടുത്തെ ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത്. ഈ ഒരു റീജിയനിലെ ഹയസ്റ്റ് പീക്ക് ഏതാണ്? ഇടുക്കിയിലുള്ള ആനമുടിയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പറഞ്ഞു പെനിൻസുലർ പ്ലാറ്റ്യൂ ആണ്, ഇഗ്നൂസ് റോക്സ് ആണ്. സോ അതുകൊണ്ട് മിനറൽസ് ഡിപ്പോസിറ്റ് വളരെ കൂടുതലായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു റീജിയനിൽ ഉള്ളത് തന്നെ. മിനറൽസിൻ്റെ ഡിപ്പോസിറ്റ് ഈ ഒരു റീജിയനിൽ വളരെ കൂടുതലായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഉള്ളത് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് എന്ത് ചെയ്യാം ഇതിനോടൊപ്പം തന്നെ പറയാവുന്നതിന്. ശരിക്കും ഈ ഒരു റീജിയൻ ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ്, ധാതുക്കളുടെ കലവറയാണെന്ത് ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത്. കാരണം ഇഗ്നൂസ് റോക്സ് ആണ്, പ്ലാറ്റ്യൂസ് അല്ല, അപ്പോൾ ഇഗ്നൂസ് റോക്സ് ആണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം തന്നെയായിരിക്കും അവിടെ എന്ത് ചെയ്യുക ഉണ്ടായിരിക്കുക എന്നുള്ളൊരു കാര്യം എന്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഉള്ള ഈ ഒരു റീജിയനിൽ നമ്മൾ ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ മേജർ വെജിറ്റേഷൻ നമ്മൾ ഓരോന്നും പറയണ്ടല്ലോ, ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇവിടുത്തെ മേജർ വെജിറ്റേഷൻ എന്ന് പറയുകയാണെങ്കിൽ റെയിനെ ഡിപ്പെൻഡ്, സീസണൽ റെയിനാണ് നമുക്ക് ഇവിടെ കിട്ടുക അല്ലേ. നോർത്ത് ഈസ്റ്റ് മൺസൂണും സൗത്ത് ഈസ്റ്റ് മൺസൂണൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കിട്ടുന്നൊരു കാര്യം എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ സീസണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ ഇവിടെ ഉണ്ടെന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇവിടെ ട്രീസ് ആയിട്ട് മരങ്ങളായിട്ട് ചന്ദനം, തേക്ക്, ബാമ്പു, മുള അല്ലെ, ടീക്ക്, സാൻഡൽ, ഇതെല്ലാം എന്ത് ചെയ്യാണ് ഇവിടെ നാച്ചുറൽ വെജിറ്റേഷനിൽ ഉൾപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ ഒരു റീജിയണിലായിട്ട് വരുന്നത് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ റെയിനി വെസ്റ്റേൺ സ്ലോപ്സിൽ, വെസ്റ്റേൺ ഘട്ടിൽ, പശ്ചിമഘട്ടത്തിൽ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത് ഉള്ളത്. ഉഷ്ണമേഖല മഴക്കാടുകളാണ് എന്ത് ചെയ്യുന്നത് ഉള്ളത്. ഉഷ്ണമേഖല മഴക്കാടുകളാണ്, അത് മഴ ഉണ്ട്, ചൂടും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എന്ത് ചെയ്യാൻ പ്രത്യേകത അല്ലെ. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ഇവിടെ കണ്ടുവരുന്ന വെജിറ്റേഷൻ എന്ത് ചെയ്യാണ് ഉൾപ്പെടുന്നത്. എന്തൊക്കെയാണ് അവിടെ നമ്മൾ തുടക്കത്തിൽ പറയുകയാണെങ്കിൽ അൺഡിലേറ്റിംഗ് ആയിട്ടുള്ള ഫിസിക്കൽ ഡിവിഷനാണ് എന്തിനുള്ളത് ഈ പറയുന്ന പെനിൻസുലർ പ്ലാറ്റ്യൂ എന്ത് ചെയ്യാനുള്ളത്. 15 lakh സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഏരിയ വരുന്നത് തന്നെ. അൺഡിലേറ്റിംഗ് ആയതുകൊണ്ട് ഇവിടെ വാലീസും പ്ലെയിൻസും മൗണ്ടെയിൻസും പ്ലാറ്റ്യൂസും എല്ലാം തന്നെ ഈ റീജിയണിൽ എന്ത് ചെയ്യാണ് ഉണ്ട് എന്നുള്ളതാണ് എന്ത് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത് തന്നെ. ഇവിടെയുള്ള ഏറ്റവും ഹയസ്റ്റ് പീക്ക് എന്ന് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഇടുക്കിയിലെ ആനമുടിയാണ് എന്ത് ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് തന്നെ. അത് മാത്രമല്ല ഈ റീജിയണിൽ മിനറൽ ഡെപ്പോസിറ്റ് വേണ്ടോളം കാണുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഹൗസ് ഓഫ് മിനറൽസ് എന്നും എന്താണ് ഈ റീജിയനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇവിടെ അതായത് റെയിനി അല്ലെങ്കിൽ സീസണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുക ഉള്ളതെങ്കിൽ കൂടി വെജിറ്റേഷനിൽ ധാരാളം ട്രീസ് എന്ത് ചെയ്യാണ് ഇവിടെ ഉണ്ട്. ടീക്ക്, ബാംബു, അതുപോലെ തന്നെ എന്താണ് സാൻഡൽ, ഇതെല്ലാം എന്ത് ചെയ്യാണ് ഇവിടെ ഉണ്ടാകുന്ന വെജിറ്റേഷൻസ് തന്നെയാണ്. ഒപ്പം തന്നെ ഈ ഒരു ഭാഗത്തിൻ്റെ വെസ്റ്റേൺ പാർട്സിലായിട്ടും അതായത് വെസ്റ്റേൺ ഘട്ടിലായിട്ട് നല്ല തിക്കായിട്ടുള്ള റെയിൻ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റും എന്ത് ചെയ്യാണ് ഇവിടെ ഉണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം തന്നെയാണ്. ഇനി പറയുകയാണെങ്കിൽ എ മേജർ പോർഷൻ ഓഫ് ഡെക്കാൻ പ്ലാറ്റ്യൂ which is the southern part of the peninsular plateau has been found by the cooling of lava. ലാവ തണുത്തുറഞ്ഞാണ് എന്ത് ചെയ്യുന്നത് അവിടെ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞൊരു കാര്യമാണ്, ലാവ തണുത്തുറഞ്ഞുണ്ടായിട്ടുള്ള ഇഗ്നോസ് റോക്സ് ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഉള്ളത് തന്നെ. സോ അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ അവിടെ ഉണ്ടാകുന്ന ഈ ഇഗ്നോസ് റോക്സിന് ഒരു പേര് പറയുന്നുണ്ട്,
ബസാൾട്ട് എന്നാണ് എന്ത് ചെയ്യാൻ അവരെ വിളിക്കുന്ന ഒരു പേര്. ബസാൾട്ട് എന്നാണ് എന്ത് ചെയ്യാറുള്ള ആ ഒരു ഓൾഡൻ റോക്സിന് എന്ത് ചെയ്യാണ്, ഓൾഡൻ മാഗ്മ അല്ലെങ്കിൽ ലാവ റോക്കിനെ, ഇഗ്നൂസ് റോക്കിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ബസാൾട്ട് എന്നാണ് എന്ത് ചെയ്യുന്നത് അവിടെ അതിനെ പറയുന്ന ഒരു പേര് തന്നെ. ബസാൾട്ട് എന്നാണ് എന്ത് ചെയ്യുന്നത് അതിനവിടെ വിളിക്കുന്നത് തന്നെ. ഈ ഒരു ഏരിയയിൽ തന്നെയാണ് ആ ബസാൾട്ട് എന്ന് വിളിക്കുന്നത് മറ്റൊന്നിനുമല്ല, അവിടെ ഉണ്ടാകുന്ന ആ ഒരു ബ്ലാക്ക് സോയിലാണ്. സോയിലാണ് മെയിൻലി നമ്മൾ എന്താണ് ബസാൾട്ട് എന്നെന്താ പറയുന്നത്. കാരണം ആ ബസാൾട്ട് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് സോയിൽ ഹൈ ഫെർട്ടൈൽ സോയിലായിട്ടും പറയുന്നുണ്ട്. കാരണം ലാവ ഉണ്ടാവണതാണല്ലോ, അതായത് ഇഗ്നൂസ് റോക്സും പൊടിഞ്ഞിട്ടാണല്ലോ ഉണ്ടാവണത്. സോ അതുകൊണ്ട് ഹൈ ഫെർട്ടൈലാണ്. നമ്മൾ കോട്ടൺ കൾട്ടിവേഷനൊക്കെ എന്ത് ചെയ്യാൻ വളരെ നല്ല രീതിയിൽ ഈ സോയിൽ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. കോട്ടൺ കൾട്ടിവേഷന് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യുന്നതായിട്ടുള്ളൊരു സോയിലും കൂടിയാണ് എന്ത്, ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്, കറുത്ത മണ്ണ്. ആ കറുത്ത മണ്ണിന് നമ്മൾ അവിടെ പേര് വന്ന ബസാൾട്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി ഈ കറുത്ത മണ്ണിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു കോട്ടൺ കൾട്ടിവേഷൻ അല്ലെങ്കിൽ പരുത്തി കൃഷിക്ക് ഉപയോഗിക്കുന്നതിന് തന്നെ കറുത്ത പരുത്തി മണ്ണ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സോയിലിനെ വിളിക്കുന്നുണ്ട്. ആലോചിക്കണം, ഇത് ഹൈ ഫെർട്ടൈൽ സോയിലാണ്. കോട്ടൺ കൾട്ടിവേഷന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്നതും. ഈ ഒരു സോയിൽ വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ കോട്ടൺ കൾട്ടിവേഷന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ ചില ഭാഗങ്ങളിലേക്കായിട്ട് റെഡ് സോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലാർജ് ക്വാണ്ടിറ്റിയിൽ എന്താ ചെയ്യാണ് കാണുന്നുണ്ട്. ചില ഭാഗങ്ങളിൽ റെഡ് സോയിലും എന്താണ് ഇവിടെ കാണുന്നുണ്ട്. കാരണം അതായത് റെഡ് സോയിൽ അയൺ കണ്ടന്റ് കൂടുതലുണ്ടായതിനെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് റെഡിൻ്റെ ആ ഒരു കളർ റെഡ് ആവാനുള്ള എന്ത് ചെയ്യാണ് കാരണം എന്നത്. കമ്പാരിറ്റീവ്ലി ലെസ് ഫെർട്ടൈൽ സോയിലാണ് എന്ത് റെഡ് സോയിൽ എന്ന് പറയുന്നത്. അല്ല, റെഡ് സോയിൽ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി എന്ത് ചെയ്യാണ് അവിടെ അത് ഫലഭൂഷ്ഠ, അതായത് വളം എന്ത് ചെയ്യാണ് അതിൻ്റെ കുറവുള്ളതാണ് എന്താ റെഡ് സോയിൽ. എന്ത് ചെയ്യണം, നമ്മൾ ഫെർട്ടിലൈസേഷനൊക്കെ നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ അവിടെ കാര്യങ്ങൾ കൃഷിയൊക്കെ ചെയ്യാം. പിന്നീട് ഇവിടെ ഉള്ളതാണ് എന്ത് ലാട്രൈറ്റ് സോയിൽ. ലാട്രൈറ്റ് മണ്ണാണ് എന്ത് ചെയ്യുന്നത് അടുത്തതായിട്ട് എന്താണ് ഇവിടെ കാണുന്നത് തന്നെ നമ്മളുടെ ഇവിടെ. അതായത് ആ ലാട്രൈറ്റിൻ്റെ കുറച്ച് ഹാർഡായിട്ടുള്ള ഭാഗങ്ങൾ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ക്വാറികൾ നമ്മൾ വെട്ടുകല്ലെന്ന് പറയണില്ലേ, ആ വെട്ടുകല്ലാണ് എന്ത് ചെയ്യുന്നത് ലാട്രൈറ്റ് സോയിൽ നമ്മൾ എന്താ പറയുന്ന കാര്യം. ആ വെട്ടുകല്ല് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ആവുന്നുണ്ട്. അതിലൊരു കാര്യം എന്ത് ചെയ്യാണ് പറയുന്നുണ്ട്. ഈ ലാട്രൈറ്റിൻ്റെ ഏറ്റവും കട്ടി കൂടിയ ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വെട്ടുകല്ലായിട്ട് എന്ത് ചെയ്യാണ് ഉപയോഗിക്കുന്നതൊക്കെ ഉണ്ട് എന്നുള്ളത്. പെനിൻസുലർ പ്ലാറ്റീസിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നുള്ളത്. നമ്മൾ ആദ്യത്തെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് ഇതിൻ്റെതായിട്ടുള്ള ഓരോ ഭാഗത്തുണ്ടാകുന്ന മണ്ണിനെ കുറിച്ചാണ്. ബ്ലാക്ക് സോയിലുണ്ട്, അതെന്താണ് ഹൈ ഫെർട്ടൈൽ സോയിലാണെന്ത് ബ്ലാക്ക് സോയിൽ എന്ന് പറഞ്ഞാൽ ഡെക്കൻ പ്ലാറ്റൂ റീജിയനാണ് എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ട് കാണുന്നത്. ഈ ബ്ലാക്ക് സോയിൽ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം എങ്ങനെയാണെന്നുള്ളത്. ലാവ തണുത്തുറഞ്ഞിട്ടുള്ള ഇഗ്നോസ് റോക്സ്, ബസാൾട്ട് എന്ന് പറയുന്ന ആ രീതിയിലുള്ള റോക്സ് അത് പൊടിഞ്ഞാണ് എന്ത് ചെയ്യുന്നത് ഈ ബ്ലാക്ക് സോയിൽ ഉണ്ടായിട്ടുള്ളതിനും. കോട്ടൺ കൾട്ടിവേഷൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സോയിലാണ് എന്ത് ഈ ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നും എന്ത് ചെയ്യുന്നുണ്ട്, കറുത്ത പരുത്തി മണ്ണ് എന്നും എന്താണ് ഇതിനെ വിളിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. പിന്നീട് അവിടെ ഉള്ളതാണെന്ത് റെഡ് സോയിൽ, ഫെർട്ടിലിറ്റി വളരെ കുറവുള്ളതാണെന്ത് റെഡ് സോയിൽ. അയൺ കണ്ടന്റ് ഉണ്ടായതിൻ്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത് റെഡ് കളർ കാണുന്നതും ഫെർട്ടിലിറ്റി കുറയുന്നതിനുള്ള എന്ത് ചെയ്യാണ് കാരണം. പിന്നീട് അവിടെയുള്ള സോയിലാണെന്ത് ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഹാർഡായിട്ടുള്ള പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ബിൽഡിങ്ങുകളും മറ്റും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും എന്ത് ചെയ്യാണ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ പറഞ്ഞ ഇവിടെയുള്ള കുറച്ച് റിവേഴ്സ്, നദികളുടെ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനി പറയാനായിട്ട് പോകുന്നത്. പെണ്ണെടുക്കണം, നമുക്ക് അവിടെ എന്ത് ചെയ്യാനായിട്ട് എഴുതാനുണ്ട്. ആൻഡ് ഫസ്റ്റ് റിവർ ഈസ് മഹാനദി. ഈ നമ്മൾ ഈ നദികളെ വിളിക്കുന്ന പേര് പെനിൻസുലാർ റിവേഴ്സ്. പെനിൻസുലാർ റിവേഴ്സ് അല്ലെങ്കിൽ ഉപദ്വീപീയ നദികൾ. ആദ്യം പഠിച്ചത് ഹിമാലയൻ റിവേഴ്സ് ആണ്. ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇവിടെ ഹിമാലയൻ നദികളല്ല, പെനിൻസുലാർ റിവേഴ്സ് ആണ്. ഇത് നോൺ പെറേണിയൽ റിവറാണ്, വറ്റുന്ന നദികളാണ് എന്ത് ചെയ്യുന്നതിലുള്ളത്. ചിലത് വറ്റാറുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 എണ്ണമാണ്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഇങ്ങനെ എന്ത് ചെയ്യാനായിട്ട് 6 റിവേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് പെനിൻസുലാർ റിവേഴ്സിൽ വരുന്നത്.
അതിനാദ്യം പറയുന്നത് മഹാനദിയാണ്. മഹാനദിയാണ് എന്ത് ചെയ്യുന്നത് ആദ്യം ഒറിജിൻ ചെയ്യുന്ന എവിടെയാണ്? മധ്യപ്രദേശിലെ മൈക്കല റേഞ്ചസ്. മധ്യപ്രദേശിലുള്ള മൈക്കല റേഞ്ചസ് എന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു റിവർ ഒറിജിൻ ചെയ്യുന്നത്. മൈക്കല റേഞ്ചസ് എന്നാണ് എന്ത് ചെയ്യുന്നത് ഇത് ഒറിജിൻ ചെയ്യുന്നത്. അപ്രോക്സിമേറ്റ് ലെങ്ത് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് 857 കിലോമീറ്റേഴ്സ്. 857 കിലോമീറ്റർ ആണ് എന്ത് ചെയ്യുന്നതിൻ്റെ അപ്രോക്സിമേറ്റ് ലെങ്ത് വരുന്നത്. 857 കിലോമീറ്റർ ആണ് എന്ത് ഇതിൻ്റെ അപ്രോക്സിമേറ്റ് ലെങ്ത് വരുന്നത്. 857 കിലോമീറ്റർ ആണ് എന്ത് ഇതിൻ്റെ അപ്രോക്സിമേറ്റ് ലെങ്ത് വരുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ഇബ് ആൻഡ് ടെൽ. ഇബും ടെല്ലുമാണെന്ത് ഇതിൻ്റെ പ്രധാനപ്പെട്ടുള്ള ട്രിബ്യൂട്ടറീസിൽ നമ്മൾ എന്ത് ചെയ്യാണ് പറഞ്ഞത് ഇബും ഒപ്പം തന്നെ ഏതാ വരുന്നത് ടെല്ലും. ഇതാണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ടായിട്ടുള്ള ട്രിബ്യൂട്ടറീസിൽ വരുന്നത്. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് പന്നെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പോവുകയാണ് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഏതൊക്കെ സ്റ്റേറ്റ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഫ്ലോ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത് ഇനി നമ്മൾ എഴുതുന്നത്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ ഒരു നദി ഒഴുകുന്നത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇനി എഴുതുന്നത്. അവിടെ എഴുതിക്കോളും. മധ്യപ്രദേശ്, ഒഡീഷ, മഹാരാഷ്ട്ര, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ഒഡീഷ, മഹാരാഷ്ട്ര, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്. എഴുതിയോ? ഇനി അടുത്തത് നമ്മൾ അതിന്റെ പോയിന്റ് സീ ടു വിച്ച് ഇറ്റ് ജോയിൻ. എവിടെയാണ് ഈ നദി ചെന്ന് ചേരുന്നത് എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത് അടുത്തത് ബേ ഓഫ് ബംഗാളിലാണ് എന്ത് ചെയ്യുന്നത് ഈ നദി ചെന്ന് ചേരുന്നത്. ബേ ഓഫ് ബംഗാൾ. അപ്പൊ എന്തൊക്കെയാ നമുക്ക് പറയാനുള്ളത്? മഹാനദി എവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഒറിജിൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ കാര്യമുണ്ട്. മഹാരാഷ്ട്രയും തെലുങ്കാനയും ആന്ധ്രാപ്രദേശും അതൊന്ന് വിട്ടു, അത് അതിനകത്തല്ല, തെറ്റിപ്പോയി പറഞ്ഞു. മധ്യപ്രദേശും ഒഡീഷയും മാത്രമേ ഉള്ളൂ. സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, അപ്പം മഹാനദി എവിടെ നിന്നാണ്? അതായത് മധ്യപ്രദേശിലെ മൈക്കല റേഞ്ചസ് എന്നാണ് എന്ത് ചെയ്യുന്നത് ഒറിജിൻ ചെയ്യുന്നു. മധ്യപ്രദേശിലെ മൈക്കല റേഞ്ചസിൽ നിന്ന് ഒറിജിൻ ചെയ്തിട്ട് ഏകദേശം 857 കിലോമീറ്റർ ലെങ്ത് ആണ് എന്ത് ചെയ്യുന്നതിന് ഉള്ളത്. അത്രയും നമ്മളുടെ എന്തിലൂടെ അത് എടുക്കുന്നുണ്ട്. ഇബ് ടെൽ തുടങ്ങിയിട്ടുള്ളതാണ് എന്താ അതിൻ്റെ ട്രിബ്യൂട്ടറീസ് ആയിട്ട് എന്ത് ചെയ്യാണ് വരണത്. മധ്യപ്രദേശും ഒഡീഷയുമാണ് എന്ത് ചെയ്യുന്നത് സ്റ്റേറ്റ്സ് വിസിറ്റ് ഫ്ലോസ്. ഇത് ചെന്ന് ചേരുന്നത് എവിടെയാണ്? ബേ ഓഫ് ബംഗാൾ. രണ്ടാമതാണ് ഗോദാവരി. ഏറ്റവും നീളം കൂടിയ നദിയാണ് അല്ലേ, പെനിൻസുലർ റിവേഴ്സിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി എന്ന് പറയുന്നത്. ഇത് വെസ്റ്റേൺ ഘട്ട്, അതായത് എന്താണ് മഹാരാഷ്ട്രയിലെ നാസിക് ഡിസ്ട്രിക്റ്റില്, മഹാരാഷ്ട്രയിലുള്ള നാസിക് ഡിസ്ട്രിക്റ്റിലെ വെസ്റ്റേൺ ഘട്ടിന്റെ പാർട്ടിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു റിവർ ഒറിജിൻ ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ നാസിക് ഡിസ്ട്രിക്റ്റിലെ വെസ്റ്റേൺ ഘട്ടിന്റെ ഒരു പാർട്ടിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഭാഗത്ത് നിന്നാണ് എന്ത് ഈ ഒരു നദി, അതായത് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഗോദാവരി ഒറിജിൻ ചെയ്യുന്നതിന് 1465 കിലോമീറ്റേഴ്സ്
1465 കിലോമീറ്റർ ആണ് എന്ത് ചെയ്യുന്നതിന് ലെങ്ത് വരുന്നത്. 1465 1465 കിലോമീറ്റർ എന്ത് ചെയ്യാണ് ലെങ്ത് അതിന് വരുന്നുണ്ട്. ഇത് അതായത് ഇതിൻ്റെ ട്രൈബ്യൂട്ടറീസ് ആണ് ഇന്ദ്രാവതി, ശബരി തുടങ്ങിയതൊക്കെ. ഇന്ദ്രാവതി, ശബരി തുടങ്ങിയതൊക്കെ എന്ത് ചെയ്യാണ് ഈ നദിയുടെ ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ പോഷക നദികളായിട്ടാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇത് മഹാരാഷ്ട്ര, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, തെലുങ്കാന, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്റ്റേറ്റ്സ് സംസ്ഥാനങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഒഴുകുന്നത്. ഇത് ആ സംസ്ഥാനങ്ങളിലൂടെയെല്ലാം ഒഴുകിയിട്ട് നേരെ എവിടെയാ ചെന്ന് ചേരുന്നത്? ഈ പറഞ്ഞ പോലെ ബേ ഓഫ് ബംഗാളിലേക്ക് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു നദിയും ചെന്ന് ചേരുന്നത്. ഗോദാവരിയാണ് ഏറ്റവും നീളം കൂടിയ നദിയാണെന്ന്, പെനിൻസുലർ റിവേഴ്സിൽ ഏറ്റവും നീളം കൂടിയ നദിയാണെന്ത് ഗോദാവരി എന്ന് പറയുന്നത്. ഇത് മഹാരാഷ്ട്രയിലെ നാസിക് ഡിസ്ട്രിക്റ്റിലുള്ള വെസ്റ്റേൺ ഘട്ടിൻ്റെ പാട്ടിൽ നിന്നാണ് എന്ത് ചെയ്യുന്ന ഭാഗത്തു നിന്നാണ് ഒറിജിൻ ചെയ്യുന്നത്. 1485 കിലോമീറ്റർ ഉള്ള ഈ ഒരു റിവറിൻ്റെ ട്രിബ്യൂട്ടറീസ് പോഷക നദികളാണ് ഏതൊക്കെ? ഇന്ദ്രാവതിയും ശബരിയും വരുന്നത്. ഇത് മഹാരാഷ്ട്ര, തെലുങ്കാന, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്റ്റേറ്റ്സിലൂടെ ഫ്ലോ ചെയ്തിട്ട് ഒഴുകിയിട്ട് ബേ ഓഫ് ബംഗാളിൽ ചെന്ന് ചേരുന്നു. മൂന്നാമത്തേതാണ് കൃഷ്ണ. കൃഷ്ണയെക്കുറിച്ച് പറയുമ്പം ഇത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ എന്ന സ്ഥലത്ത് വെസ്റ്റേൺ ഘട്ടിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഇതും ഉത്ഭവിക്കുന്നത്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ എന്ന സ്ഥലത്തുള്ള വെസ്റ്റേൺ ഘട്ടിൻ്റെ ഭാഗത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു നദിയും എന്താണ് ഒറിജിൻ ചെയ്യുന്നത്. ഈ ഒരു റിവറും ഒറിജിൻ ചെയ്യുന്നത് എവിടെ നിന്നാണ്? മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിലെ വെസ്റ്റേൺ ഘട്ട് പാർട്ടിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു റിവറും എന്താണ് ഒറിജിൻ ചെയ്യുന്നത്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുകയാണെങ്കിൽ 1400 കിലോമീറ്റർ, 1400 കിലോമീറ്റർ നീളം എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു നദിക്ക് വരുന്നുണ്ട്. ഭീമ, തുംഗഭദ്ര തുടങ്ങിയതാണ് എന്ത് ഈ നദിയുടെ ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ ഈ റിവേഴ്സിൻ്റെ ട്രിബ്യൂട്ടറീസ് എന്നെന്ത് ചെയ്യുന്നത് പറയുന്നത്. ഭീമ, തുംഗഭദ്ര ഇതാണ് എന്ത് ഇതിൻ്റെ ട്രിബ്യൂട്ടറീസ് ആയിട്ട് പറയുന്നത് തന്നെ. മഹാരാഷ്ട്ര, കർണാടക, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്. മഹാരാഷ്ട്ര, കർണാടക, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്. മഹാരാഷ്ട്ര, കർണാടക, തെലുങ്കാന, ആന്ധ്രാപ്രദേശ് തുടങ്ങിയിട്ടുള്ള സ്റ്റേറ്റ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഇത് ഫ്ലോ ചെയ്യുന്നത്. ഈ സംസ്ഥാനങ്ങളിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു നദി ഒഴുകുന്നത്. മഹാരാഷ്ട്ര, കർണാടക, തെലുങ്കാന, ആന്ധ്രാപ്രദേശ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഈ നദി എന്ത് ചെയ്യുന്നത് ഒറിജിൻ ചെയ്യുന്നത്. ഇനി ഇവിടെ അതായത് ഇതും ചെന്ന് ചേർന്നത് എവിടെ തന്നെയാണ്? ബേ ഓഫ് ബംഗാളിലേക്ക് തന്നെയാണ് എന്ത് ചെയ്യുന്നത് കൃഷ്ണ നദിയും ചെന്ന് ചേരുന്നത്. ബേ ഓഫ് ബംഗാളിലേക്കാണ് ഇതും പോകുന്നത്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ എവിടെ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് ഒറിജിൻ ചെയ്യുന്നത്? മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിനടുത്തുള്ള വെസ്റ്റേൺ ഘട്ടിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു റിവർ ഒറിജിൻ ചെയ്യുന്നത്. 1400 കിലോമീറ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നതിൻ്റെ ലെങ്ത് വരുന്നതിന്. ഭീമ, തുംഗഭദ്ര തുടങ്ങിയിട്ടുള്ള ട്രിബ്യൂട്ടറീസ് ആണ് എന്ത് ചെയ്യുന്നത് ഇതിനുള്ളത്. മഹാരാഷ്ട്ര, കർണാടക, തെലുങ്കാന, ആന്ധ്ര തുടങ്ങിയ സ്റ്റേറ്റ്സിലൂടെ ഫ്ലോ ചെയ്തിട്ട് ബേ ഓഫ് ബംഗാളിൽ ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് കാവേരിയെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇനി പറയുന്നത്. ഇത് കർണാടകയിലെ ബ്രഹ്മഗിരി ഹിൽസ്, വെസ്റ്റേൺ ഘട്ടിലുള്ള കർണാടകയിലെ ബ്രഹ്മഗിരി ഹിൽസ്, വെസ്റ്റേൺ ഘട്ടിലുള്ള കർണാടകയിലെ ഭാഗമായിട്ടുള്ള വെസ്റ്റേൺ ഘട്ടിലെ അല്ലെങ്കിൽ വെസ്റ്റേൺ ഘട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ബ്രഹ്മഗിരി ഹിൽസ്, കർണാടകയിലുള്ള ബ്രഹ്മഗിരി ഹിൽസ് അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു റിവർ ഒറിജിൻ ചെയ്യുന്നതിന്. 800 കിലോമീറ്റേഴ്സ് 800 കിലോമീറ്റർ ആണ് എന്ത് ഇതിൻ്റെ
ലെങ്ത് വരുന്നത് 800 കിലോമീറ്റേഴ്സ്. 800 കിലോമീറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് ഇതിന് ലെങ്ത് വരുന്നുണ്ട്. 800 കിലോമീറ്റർ ആണ് എന്ത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് തന്നെ. കബനി അതുപോലെ തന്നെ അമരാവതി, കബനി അമരാവതി എന്നിവയാണ് എന്ത് ഇതിൻ്റെ ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ പോഷക നദികളായിട്ട് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇത് കർണാടകയും തമിഴ്നാടും ഈ രണ്ട് സ്റ്റേറ്റ്സിലൂടെയും ഫ്ലോ ചെയ്ത് ഒഴുകിയിട്ട് എങ്ങോട്ടേക്കാണ് ചെന്ന് ചോദിച്ചാൽ അറേബ്യൻ സീ, അറബിക്കടലിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു അറബിക്കടലല്ല, ബേ ഓഫ് ബംഗാൾ, ബേ ഓഫ് ബംഗാളിലേക്ക് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു നദിയും എന്താണ് ചെന്ന് ചേർന്നത് തന്നെ. അപ്പം എന്ത് ചെയ്യുന്നുണ്ട് പശ്ചിമ ഘട്ടിലെ ബ്രഹ്മഗിരി ഹിൽസ്, കർണാടകയിലുള്ള ബ്രഹ്മഗിരി ഹിൽസ് എന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു റിവർ ഒറിജിൻ ചെയ്യുന്നത്. 800 കിലോമീറ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് അതിൻ്റെ ലെങ്ത് വരുന്നത് തന്നെ. കബനി അമരാവതി തുടങ്ങിയിട്ടുള്ള ട്രിബ്യൂട്ടറീസ് ആണ് അതിനുള്ളത്. ഇത് കർണാടക തമിഴ്നാട് തുടങ്ങിയുള്ള സ്റ്റേറ്റ്സിലൂടെ ഫ്ലോ ചെയ്തിട്ട് നേരെ ബേ ഓഫ് ബംഗാളിൽ എന്ത് ചെയ്യുന്നു ചെന്ന് ചേരുന്നു. ആൻഡ് നെക്സ്റ്റ് നർമ്മദ, അടുത്തതാണ് നർമ്മദ. ഇത് ഛത്തീസ്ഗഡിലെ മൈക്കല റേഞ്ചസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഈ റിവർ ഒറിജിൻ ചെയ്യുന്നത്. എവിടെ നിന്നാണ്? ഛത്തീസ്ഗഡിലെ മൈക്കല റേഞ്ചസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു റിവർ ഒറിജിൻ ചെയ്യുന്നതിന്. 1312 കിലോമീറ്റേഴ്സ് ആണ് എന്താ അതിൻ്റെ ലെങ്ത് വരുന്നത്. 1312 കിലോമീറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് ലെങ്ത് ഈ റിവറിന് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിന് ട്രിബ്യൂട്ടറീസ് ആണ് ഹിരൺ ആൻഡ് ബഞ്ചാർ. ഇങ്ങനെ രണ്ട് ട്രിബ്യൂട്ടറീസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു റിവറിനുള്ളത്. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഗുജറാത്ത് എന്നീ സ്റ്റേറ്റ്സിലൂടെ ഫ്ലോ ചെയ്തിട്ട് ഒഴുകിയിട്ട് നേരെ എവിടെയാണ് ചെന്ന് ചേരുന്നത്? അറേബ്യൻ സീ, അറബിക്കടലിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു നദി എന്താണ് ചെന്ന് ചേരുന്നത്. ഇത് പറഞ്ഞ പോലെ എവിടേക്കാണ്? ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഗുജറാത്ത് എന്നീ സ്റ്റേറ്റ്സിലൂടെ ഫ്ലോ ചെയ്തിട്ട് നേരെ എവിടെ ചെന്ന് ചേരുന്നുണ്ട്? നമ്മുടെ അറേബ്യൻ സീയിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു റിവർ എന്താണ് ചെന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പം എന്താ നർമ്മദ എവിടെ നിന്നാണ് ഒറിജിൻ ചെയ്യുന്നത്? ഛത്തീസ്ഗഡിലെ മൈക്കല റേഞ്ചസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഒറിജിൻ ചെയ്യുന്നത്. 1312 കിലോമീറ്റേഴ്സ് ലെങ്ത് ഉള്ള ഈ ഒരു റിവറിന്റെ ട്രിബ്യൂട്ടറീസ് ആണ് ഏതൊക്കെ? ഹിരൺ, ബഞ്ചാർ എന്നുള്ളത് തന്നെ. ചാർജ് പോയിപ്പോയി. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്? എവിടെ നിന്നാ പറഞ്ഞു അല്ലേ? ഏതൊക്കെയാന്ന് പറഞ്ഞു? ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഗുജറാത്ത് തുടങ്ങിയുള്ള സ്റ്റേറ്റ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഫ്ലോ ചെയ്യണത്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതായിക്കോട്ടെ, അത് 9:30 സമയമായിട്ടില്ലല്ലോ. അതെന്ത് ചെയ്യുന്നുണ്ട്? നേരെ അറേബ്യൻ സീയിൽ എന്ത് ചെയ്യാണ് ചെന്ന് ചേരുകയും ചെയ്യുന്നത്. അടുത്തതാണ് എന്ത്? താപ്തി എന്ത് ചെയ്യുന്നുണ്ട്? ഇത് അതായത് എവിടെ നിന്നാണത്? MP-യിലെ ബെച്ചുവായ് ഡിസ്ട്രിക്റ്റിലുള്ള മുൻതായ് പ്ലാറ്റ്യൂ എന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു റിവർ ഒറിജിൻ ചെയ്യുന്നത്. എവിടെ നിന്നാണ്? മുൻതായ് പ്ലാറ്റ്യൂ എന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു റിവർ ഒറിജിൻ ചെയ്യുന്നത്. ഇതിന് 724 കിലോമീറ്റേഴ്സ്, 724 കിലോമീറ്റർ ആണ് എന്ത് ചെയ്യുന്നതിന് ലെങ്ത് വരുന്നതിന്. ആനർ ഗിർന ഈ രണ്ടുമാണ് എന്ത് ഇതിന് ട്രിബ്യൂട്ടറീസ് ആയിട്ട് വരുന്നത്. മധ്യപ്രദേശിലൂടെയും ഗുജറാത്തിലൂടെയുമാണ് എന്ത് ചെയ്യുന്നത് ഈ റിവേഴ്സ് ഫ്ലോ ചെയ്യുന്നത്. ഇതും എന്ത് ചെയ്യുന്നുണ്ട്? അറേബ്യൻ സീ അല്ലെങ്കിൽ അറബിക്കടലിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഇതും ചെന്ന് ചേരുന്നത്. അത്രയുമാണ് നമുക്ക് എന്താണ് പെനിൻസുലാർ റിവേഴ്സിനെ കുറിച്ച് എന്ത് ചെയ്യാനായിട്ട് പറയാനായിട്ട് ഉള്ളത്.
അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പെനിൻസുലർ റിവേഴ്സിനെ കുറിച്ച് പറഞ്ഞതിന്? ആ ടേബിൾ ഉണ്ടല്ലോ, ഹിമാലയൻ റിവേഴ്സും പെനിൻസുലർ റിവേഴ്സും തമ്മിലുള്ളത്, അത് പഠിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. തപ്തി പോകുന്ന സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞുതരുമോ? താപ്തി പോകുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MP, ഗുജറാത്ത്, മധ്യപ്രദേശും ഗുജറാത്തുമാണ് എന്ത് ചെയ്യുന്നത് താപ്തിയുടെ സ്റ്റേറ്റ്സ്. ഇനി ഇവിടുത്തെ ഹ്യൂമൻ ലൈഫ് പറയുന്നുണ്ട്. ഈ പ്ലാറ്റൂരിൽ ഹ്യൂമൻ ലൈഫ് പ്രത്യേകിച്ച് മെയിൻ അവർക്ക് എന്താണ് കൾട്ടിവേഷനാണ്. കൾട്ടിവേഷനൊപ്പം തന്നെ എന്താണ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസുമാണ് എന്ത് ചെയ്യുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ജോലി. ഒന്ന് കൾട്ടിവേഷനും അതുപോലെ തന്നെ മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസുമാണ് എന്ത് ചെയ്യുന്നുള്ളത്. ഇവിടെ കോട്ടൺ, പൾസസ്, ഗ്രൗണ്ട് നട്ട്, ഷുഗർ കെയിൻ, മെയ്സ്, റാഗി, ചില്ലി തുടങ്ങിയ കാര്യങ്ങൾക്ക് കൾട്ടിവേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അയൺ ഓർ കോൾ, മാംഗനീസ്, ബോക്സൈറ്റ്, ലൈംസ്റ്റോൺ തുടങ്ങിയിട്ടുള്ള എന്ത് ചെയ്യണം കുറേ മിനറൽസും ഉണ്ടായതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യണം അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസുമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പ്രധാനമായിട്ടും ഉള്ളത്. ചാപ്റ്റർ എവിടെ? നിങ്ങൾക്ക് ഇന്നലെ ഏതൊക്കെയായിരുന്നു, ഏതൊക്കെ ചാപ്റ്റർ എക്സാമിന് ഉണ്ടായിരുന്നത്? ഫിഫ്ത്തും സിക്സ്ത്തും. ഫോർത്ത് വന്നിട്ടില്ല? ഇല്ല സർ. അടുത്ത എക്സാമിനാണ് ഫോർത്ത്. ഞാൻ നോക്കണേ ഇവിടെ ക്വസ്റ്റ്യൻസ് നോക്കിക്കോളൂ. എല്ലാവരും ആൻസർ അവനെ പേപ്പർ എടുത്ത് വെച്ചോളൂ കേട്ടോ. ആൻസർ നോക്കാം. First question. The following terms are found in the observation. അതിൽ ഓരോന്നിനെയും മാച്ച് ചെയ്യാൻ പറയാം. പറയട്ടെ, ഏത് ശരിയാണെന്ന് നോക്കുക. നിങ്ങളും ഇങ്ങോട്ട് പറയുമോ, ഏതെങ്കിലും ഒരാൾ മാത്രം പറയുമോ, എല്ലാവരും കൂടി പറയുക, ഏതെങ്കിലും ഒരാൾ പറയുക. ഡയറക്റ്റ് ടാക്സ്, comparatively expensive. Comparatively expensive, yes. Indirect tax, tax burden not felt. Non-tax revenue, Fees and fine. yes. Productive loans, aims Aims. and earning. Okay, നോക്കിക്കോളൂട്ടാ. അടുത്തത് observe the hints given and identify which sort of tax is mentioned. ഏത് ടാക്സ് ആണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്? paid by the person on whom it's imposed, tax burden felt. There is a separate department of collecting tax. ഏതാണ്? Direct tax. Direct tax. The public expenditure of modern government are increasing in a faster pace. Make an inquiry into the reason for increase in government expenses. ഗവൺമെന്റിന്റെ എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു നമുക്ക് വരുന്ന കാരണങ്ങൾ? എന്തൊക്കെയാണ്? മലയാളം പറയാം. നമ്മളുടെ മലയാളത്തിൽ തന്നെ ഉള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മലയാളമല്ല വേണ്ടത്. പ്രത്യക്ഷ നികുതി. മൂന്നാമത് എന്തൊക്കെയാണ് നമുക്ക് ആ ടാക്സിന്റെ കാര്യത്തിലുള്ള നമുക്കിങ്ങനെ ചെലവ് കൂടുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന് അറിയാലോ? നമ്മളുടെ ഡിഫൻസ്, അതായത് എന്താണ്
പ്രതിരോധത്തിനുള്ള എന്ത് ചെയ്യാണ് ചെലവ് കൂടുന്നത്. അതുപോലെ നഗരവൽക്കരണം, അർബണൈസേഷൻ, ഇതൊക്കെ എഴുതിയിട്ടുണ്ടോ? ആ സർ എഴുതിയിട്ടുണ്ട്. ആ 2 പോയിന്റ് എഴുതിയാല് 2 പോയിന്റ് മതി, അതിന് 2 മാർക്ക് കിട്ടും. നഗരവൽക്കരണം അതുപോലെ തന്നെ എന്താണ് പ്രതിരോധ ചെലവ് കാര്യങ്ങളാണ്. ഇനി അടുത്തത് റീഅറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ABC. നോൺ ടാക്സ് റവന്യൂ, നികുതിയേതര വരുമാനം. കമ്മീഷൻ, പിന്നെയാ പ്രോഫിറ്റ്, സെൻട്രൽ ഗവൺമെന്റ് കോർപ്പറേറ്റ് ടാക്സ്, പേഴ്സണൽ ഇൻകം ഏതാണ്? കോർപ്പറേറ്റ് ടാക്സ് ആണ് എന്ത് ചെയ്യാ വരിക. സിയിൽ ഏതാ വരുന്നത്? പേഴ്സണൽ ഇൻകം ടാക്സ്. സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റാമ്പ് ഡ്യൂട്ടി, ലാൻഡ് ടാക്സ്. നോൺ ഏല് മലയാളത്തിന് നോക്കിക്കാം. മലയാളത്തിന് ക്വസ്റ്റ്യൻ അത് ഇല്ല, അതാണ്. നോൺ ടാക്സ് റവന്യൂ നികുതിയേതര വരുമാനത്തിൽ വരുന്നത് കമ്മീഷനാണ്, ലാഭം. സെൻട്രൽ ഗവൺമെന്റിന്റെ വരുമ്പം എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ കോർപ്പറേറ്റ് നികുതിയാണ്. അതിലെന്ത് ചെയ്യുന്നുണ്ട് വരുന്നത്? പേഴ്സണൽ ഇൻകം ടാക്സ്, വ്യക്തിഗത വരുമാന നികുതി. പിന്നെ സംസ്ഥാനത്തിന് ബാക്കിയുള്ള ജോയിൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, an economy can thrive only when it has a scientific and rational fiscal policy. What are the major objectives of a good fiscal policy? ഒരു നല്ല ഫിസിക്കൽ പോളിസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് എന്താ ചോദ്യം. ഫിസിക്കൽ പോളിസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെ എയിംസ് ആണ് ഫിസിക്കൽ പോളിസിക്ക് ഉള്ളത്? increase revenue, economic stability, ആരാ പറയുന്നത്? നന്ദന പറയൂ. create employment opportunities, attain economic stability, control unnecessary expenditure in economic growth, pushing the development. നമുക്ക് 3 പോയിന്റ് മതി കേട്ടോ. Okay sir. 3 മാർക്കല്ല, 3 പോയിന്റ് മതി. അതിൽ 3 പോയിന്റ് ഇറങ്ങിയതിന് ആ മാർക്ക് ഇടാം. ഇനി കമ്പയർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചേഴ്സ് ഇൻകേർഡ് ബൈ ഗവൺമെന്റ്. അത് എന്താണ് ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ? നമുക്കറിയാം ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിന് വേണ്ടി ചെയ്യുന്നതിന് ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്നും, അതായത് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നതിന് വികസന ചെലവെന്നും, ആ വികസനത്തിനായിട്ടുള്ള എന്താണ് അല്ലാത്തതുമായിട്ടുള്ളത്. റോഡ് ഉണ്ടാക്കുക, ബിൽഡിംഗ് ഉണ്ടാക്കുക, പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുക തുടങ്ങിയതൊക്കെയാണെങ്കിൽ ഡെവലപ്മെൻറ്റും, പെൻഷൻ, അതുപോലെ തന്നെ വെൽഫെയർ, പിന്നെന്താണ് ഡിഫൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എന്താണ് നോൺ ഡെവലപ്മെൻറ്റിലുമാണ് എന്ത് ചെയ്യുക ഉണ്ടാവേണ്ടത്. ആൻഡ് ദ നെക്സ്റ്റ്, പ്രോപ്പർ മാനേജ്മെൻറ്റ് ഓഫ് പബ്ലിക് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് ഡെപ്റ്റ് is essential for any economy for gaining its goal of rapid economic development. Substantiate അതിനെ നമ്മൾ വിശദീകരിച്ചെഴുതണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ കാര്യത്തിനെ കുറിച്ചും ചെറിയ 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 പേരാക്കി എന്ത് ചെയ്യാണ് എഴുതിണ്ടാവുകയാണ് വേണ്ടത്. എന്താണ് പബ്ലിക് റവന്യൂ, എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ, എന്താണ് പബ്ലിക് ഡെപ്റ്റ്, ഇതൊക്കെ ഏത് രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യണം ഉണ്ടാവേണ്ടത്. റവന്യൂ കൂടണം, എക്സ്പെൻഡിച്ചർ നമുക്ക് എന്ത് ചെയ്യണം കുറയണം, ഡെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം വാങ്ങുന്നത്, കടം വാങ്ങുന്നതിൻ്റെ എന്ത് ചെയ്യണം അത് അളവ് എന്ത് ചെയ്യണം കുറയണം. നമ്മളുടെ അവിടെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യണം കൂടണം. പ്രൊഡക്ഷൻ കൂടുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് എഴുതാൻ. കറക്റ്റാണോ? എഴുതിയിട്ടുള്ള അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും? പിന്നെ 8th ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ഡയഗ്രാം വെച്ചിട്ട് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. From which item does the central government receive the highest revenue? Corporate tax. എവിടുന്നാ highest revenue എവിടുന്നാ കിട്ടുന്നത്? Sir. സെൻട്രൽ ഗവൺമെന്റിന് ഹൈയസ്റ്റ് റവന്യൂ എവിടുന്നാ മക്കളെ കിട്ടണത്? Sir, corporate tax. Corporate tax.
ടാക്സ് റവന്യൂ. കോർപ്പറേറ്റ് ടാക്സ് എന്നല്ലേ. അടുത്തത്, which is the source of non tax revenue that yield the highest income to the central government? ഏതാണ്? നോൺ ടാക്സ് റവന്യൂ ഏറ്റവും കൂടുതൽ ഏതാ കിട്ടുന്നത്? ഇൻട്രസ്റ്റ്, പലിശയാണ്. ഇനി അടുത്തത്, which yield more income to the central government, tax revenue or non tax revenue? ടാക്സ് ആണോ നോൺ ടാക്സ് ആണോ? ടാക്സ്. ടാക്സ് റവന്യൂ ആണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ. അതായത് നമുക്ക് എപ്പോഴും പറയാവുന്നത് നമ്മളുടെ മേജർ റവന്യൂ അല്ലേ, മോശമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും കിട്ടുന്നത് ഏത് തന്നെയാണ്? ഈ പറയുന്ന, അതായത് ടാക്സ് റവന്യൂ തന്നെയാണ് എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ട് കിട്ടും. ബാക്കിയുള്ളതൊന്നുമല്ല, ടാക്സ് റവന്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, ചാപ്റ്റർ 6ന്റെ some modern techniques and systems used in study of geography and government below. Join them is suitable. Okay. Terrestrial photography, ഭൂതല ഛായാഗ്രഹണം ഏതാണ് ചേരുക? പറയടോ. ഭൂതല ഛായാഗ്രഹണം ചേരുന്നത് ഏതാണ്? ടെറസ്ട്രിയൽ ടോപ്പോഗ്രഫിനെ മാച്ച് ചെയ്യണത് ഏതാ? പറഞ്ഞൂടെ അത്? ഏരിയൽ റിമോട്ട് സെൻസിങ്, ഓവർലാപ്പ്, GIS, ലേയേഴ്സ്, സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്, റിപ്പീറ്റിവിറ്റി. അത്ര തന്നെയോട് അതിന് പറയാനുള്ളത്. ഇനി give the expanded form of INSAT. ഇൻസാറ്റിന്റെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല അല്ലേ? ഇൻസാറ്റിന്റെ എക്സ്പാൻഡ് ഫോം എന്താന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? എഴുതിയിട്ടുണ്ടായിരുന്നത് ഇൻസാറ്റ് എന്താന്ന്? എന്താ എഴുതിയത്? The Indian National Satellite System. Indian National Satellite System. Okay. Can the 5th and 8th images of a series of 18 photographs be deemed as a stereo pair? Why? 5ഉം 8ഉം ഒരു ഇമേജിലെ 5ാമത്തെയും 8ാമത്തെയും ചിത്രങ്ങൾ സ്റ്റീരിയോ പെയർ ആണോന്ന് ചോദിക്കണത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്നുള്ളൊരു കാര്യം. അപ്പം എന്താ നമ്മളവിടെ എഴുതണത്? എന്താണ് സ്റ്റീരിയോ പെയർ എന്നും അല്ലേ, എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ സ്റ്റീരിയോ പെയർ എന്ന് വിളിക്കുന്നതും എന്നുള്ളത് തന്നെയാണ്. എന്താ സ്റ്റീരിയോ പെയർ? എന്താ സ്റ്റീരിയോ പെയർ? The images taken, അല്ലെങ്കിൽ എന്താണ് ദ ഡാറ്റ, നമ്മളെന്താണ് എടുക്കുന്ന ഇമേജസ്, ക്യാമറാസിൽ എടുക്കുന്ന ഇമേജസ് തൊട്ടടുത്തുള്ള 2 ഏരിയൽ ഫോട്ടോഗ്രാഫ്സിനെയാണ് എന്ത് പറയുക? സ്റ്റീരിയോ പെയർ എന്ന് പറയുന്നത്. തൊട്ടടുത്തുള്ള 2 ചിത്രങ്ങളെയാണ് എന്ത് സ്റ്റീരിയോ പെയർ എന്ന് പറയുന്നത്. 1 2 2 3 3 4 4 5 ഇങ്ങനെയാണ് എന്ത് ചെയ്യുക ഉണ്ടായിരിക്കുക. ഒന്ന് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, ഓൾട്ടർനേറ്റ് വരുന്ന ചിത്രങ്ങളെ തമ്മിൽ നമ്മൾ എന്ത് പറയാറില്ല? സ്റ്റീരിയോ പെയേഴ്സ് എന്ന് പറയാറില്ല. അത്ര എഴുതുന്നുണ്ട്. എന്താണ് സ്റ്റീരിയോ പെയർ എന്ന് മാത്രം അതിൽ എന്ത് ചെയ്താൽ മതി? എഴുതി വെച്ചാലും മതിയായിരിക്കും. ആൻഡ് ഫോർ ദ ക്വസ്റ്റ്യൻ, ഇൻസാറ്റ് എന്താ? Geostationary. Stationary. 36,000
കിലോമീറ്റർ. IRS സൺ സിങ്കർണസ് ആണ് 1000. GIS layers attributes. ഇനി GPS is a satellite based navigation system developed by India. State its major function. പ്രധാനപ്പെട്ട ഫങ്ഷൻസ് അതിനെന്ത് ചെയ്യാൻ പറഞ്ഞു, എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം മെയിനായിട്ടുള്ള ഫങ്ഷൻ എന്താണത്, നമുക്ക് എന്ത് ചെയ്യാണ്, ലൊക്കേറ്റ് ചെയ്യുന്നതിന്, ഒരു പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ GPS യൂസ് ചെയ്യുന്നത്. ഇതെന്ത് ചെയ്യാണ് 24 അതായത് ഉപഗ്രഹങ്ങളുടെ ശ്രേണി 24 എന്ത് ചെയ്യാണ് സാറ്റലൈറ്റ്സിൻ്റെ സീരീസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇവിടെ കാര്യം പ്രവർത്തിപ്പിക്കുന്നത്. 6 ഓർബിറ്റിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നതും 4 മറ്റുള്ള എന്ത് ചെയ്യുന്നുണ്ട് സിഗ്നൽസ് വഴിയാണ് എന്ത് ചെയ്ത് പ്രവർത്തിക്കുന്നത്. ഇത് നമുക്ക് ഒരു സ്ഥലത്തുണ്ടാകുന്ന എന്ത് ചെയ്യണം അവിടുത്തെ ഹൈറ്റ്, അതുപോലെ തന്നെ ടൈം, അവിടെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നതിനായിട്ട് മനസ്സിലാക്കി തരുന്നതിന് ഉപയോഗിക്കുന്നു. അതാണ് അതിൻ്റെ കാര്യം എഴുതേണ്ടത്. എന്താണ് GPS ഉണ്ടായത്. ഇനി സ്പെക്ട്രൽ സിഗ്നേച്ചറും സ്പേഷ്യൽ റെസൊല്യൂഷനും എന്താണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റിലുണ്ട്, നമുക്കറിയാം എന്താണെന്നുള്ളത്. ഒന്നെന്ത് ചെയ്യുന്നത് നമ്മുടെ മറ്റേ വേവ്സ് ആണ്, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. വേവ്സ് അല്ല, ആ റേഡിയേഷൻ അളവാണെന്ത് സ്പെക്ട്രൽ സിഗ്നേച്ചർ. സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും ചെറിയ അളവ്, ഒരു സെൻസറിന് തിരിച്ചറിയാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവ്. സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ എർത്തിലെ ഓരോ ഒബ്ജക്റ്റും റിഫ്ലക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ അല്ലെങ്കിൽ വൈദ്യുത കാന്തിക വികിരണങ്ങളുടെ അളവ്. അടുത്തത് മേക്ക് എ കമ്പാരിസൺ ബിറ്റ്വീൻ ജിയോ സ്റ്റേഷനറി ആൻഡ് സൺ സിങ്കർണസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ കാര്യം. ഒന്ന് 36,000, ഒന്ന് 1,000 ആണ്. ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, എർത്തിൻ്റെ സെയിം ഓർബിറ്റിൽ അതേ വെലോസിറ്റിയിൽ എന്ത് ചെയ്യാണ് കറങ്ങിക്കൊണ്ടേ നിൽക്കുന്നത് തന്നെയാണ്. മറ്റേതാണെങ്കിൽ നോർത്ത് ടു സൗത്ത് പോളിൽ എന്ത് ചെയ്യാണ് കണക്ട് ചെയ്തുകൊണ്ട് പോകുന്നു. ഇവിടെയാണ് നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഓരോ പ്ലേസിൻ്റെ ഡാറ്റ എന്ത് ചെയ്യാണ് കിട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. നമുക്ക് ഇവിടെയാണെങ്കിൽ ഇൻ്റർവെല്ലായിട്ട്, അതായത് ഓൾട്ടർനേറ്റ് ഡേറ്റിൽ എന്ത് ചെയ്യാണ് ഹോൾ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാണ് കിട്ടിക്കൊണ്ട് നിൽക്കുന്നു. ഇവിടെ 1/3 കവർ ചെയ്യുന്നുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ ഇൻസാറ്റ്, IRS തുടങ്ങിയുള്ള കാര്യങ്ങൾ യൂസേഴ്സ് നോക്കണം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെതറിൻ്റെയും കാര്യങ്ങൾക്കും മറ്റും വേണ്ടി യൂസ് ചെയ്യുന്നു. ഇവിടെ എന്ത് ചെയ്യണം മറ്റുള്ള പഠനങ്ങൾക്ക് വേണ്ടിയുള്ളത്. അത് ഓരോന്നായിട്ട് 3 പോയിന്റുകൾ ഓരോന്നിനും എഴുതിയാൽ മതി. 3 പോയിന്റ് ഓരോന്നിനും 3 പോയിന്റ് ഉണ്ടെങ്കിൽ 3 മാർക്ക് തന്നെയാണ്. പിന്നെ അനലൈറ്റിക്കൽ ക്യാപ്പബിലിറ്റീസ് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ട് എഴുതാൻ വേണ്ട. GISൻ്റെ 3 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണ്? ബഫർ, ഓവർലേ, അതുപോലെ തന്നെ നെറ്റ്വർക്ക് അനലൈസിസ്. അതിൻ്റെ ഒരു ഷോർട്ട് ഫോം, വലുതാക്കിയിട്ടൊന്നും വേണ്ട, ഷോർട്ടാക്കിയിട്ട് എഴുതിയിട്ടുള്ളൊരു നോട്ടാണ് എന്ത് ആവശ്യം. ഇത്രയുമാണ് നമുക്ക് അതിൻ്റെ ആൻസേഴ്സ്. എക്സാമിൽ ഈസി അല്ല എല്ലാവർക്കും വന്നിട്ടുണ്ടായിരുന്നത്, പ്രയാസമൊന്നുമില്ല. ഒക്കെ ഫുൾ മാർക്ക് തന്നെ നമുക്ക് കിട്ടാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് മുഴുവൻ. എനിക്ക് തോന്നുന്നു 4th ചാപ്റ്ററും കൂടി ഉണ്ടാവേണ്ടത് അടുത്ത എക്സാമിനായിരിക്കും. നോക്കട്ടെ ഞാൻ എന്തായാലും കേട്ടോ. അപ്പോൾ 4ാമത്തെ ചാപ്റ്ററും കൂടി എക്സാമിന് വരേണ്ടതാണ്. എന്താ ഇല്ലാത്തതെന്ന് മാർക്ക് ഇതിപ്പോ 2 പേപ്പറും കൂടി ഒരുമിച്ചിട്ട് കൂട്ടുക ചെയ്യാ. എങ്ങനെ? 2 പേപ്പറും 2 ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടും സെപ്പറേറ്റ് തന്നെ കൂട്ടിയിട്ടിട്ട് എന്നിട്ട് ടോട്ടൽ ചെയ്താൽ മതി. സർ 4ാമത്തെ ചാപ്റ്റർ എക്സാമിന് പറഞ്ഞിട്ടില്ല. 4ാമത്തത് എക്സാമിന് പറഞ്ഞിട്ടില്ല. അടുത്ത പ്രാവശ്യം എക്സാമിന് 7 ഉം 8 ടൈം ടേബിൾ കൊടുത്തിരിക്കുന്നത്. ആണോ? ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ അതൊന്ന്. കാരണം 4 നമുക്ക് എക്സാമിന്, അത് ഒരു എക്സാമിന് വരാത്ത ചാപ്റ്ററാണ്. നമ്മൾ അത് ഇതിലേക്ക് കയറണം. പറഞ്ഞു നോക്കട്ടെ ഞാൻ. ചിലപ്പോൾ 4, 7 ആക്കാനായിട്ട് ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സാർ ഒന്ന് അവിടെ ചോദിക്കോ ഓഫീസിൽ ഇന്ന് മലയാളം ഏതാ ചാപ്റ്റർ ഏതാന്ന് ചോദിക്കോ? എങ്ങനെ? കൺഫേം എഴുതിയില്ല. മലയാളത്തിൻ്റെയോ? മലയാളം ചാപ്റ്റേഴ്സ് ഏതാ കൺഫേം ചെയ്തിട്ടില്ല? മലയാളം സെക്കൻഡ് ആണ് എക്സാം. വിൽ ഇൻഫോംന്നേ പറഞ്ഞിട്ടുള്ളൂ, പറഞ്ഞിട്ടില്ല ഞങ്ങളോട്. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. സെക്കൻഡ് ടൈം ടേബിൾ അവിടെ ഉണ്ടാകുന്ന എടുത്ത് നോക്കട്ടെ.
മക്കളെ ആ ചാപ്റ്റർ ഏതാന്നുള്ള ഗ്രൂപ്പിലിടുന്ന് പറഞ്ഞിട്ടുണ്ടേ കേട്ടോ. ഏതാണുള്ളത്. അപ്പം നന്നായിട്ട് ഇന്നിപ്പോൾ മാത്സും മലയാളവും അല്ലേ, നന്നായിട്ട് പഠിച്ചോളൂ. അടുത്ത ക്ലാസ്സിന് കാണാം. ഓക്കെ, ബൈ. താങ്ക് യു. Thank you, sir.